സൈബർ തട്ടിപ്പുകാരെ പിടികൂടാൻ പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ സൈഹണ്ട് തുടരുകയാണ്. ഇതുവരെ കൊച്ചിയിൽ കണ്ടെത്തിയത് 300 വാടക അക്കൗണ്ടുകളാണ്. ഈ തട്ടിപ്പ് പണം എത്തുന്നത് കൂടുതലും വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്കാണെന്നും കൊച്ചി സിറ്റി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധനയിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നു. കിരൺ ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, പോലീസിൻ്റെ സൈബർ ഓപ്പറേഷൻ സൈഹണ്ട് തുടരുന്നു. ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്നു. ശരിക്കും ഇതിന് പിന്നുള്ള വമ്പൻ സ്രാവുകൾ ഇനിയും വെളിച്ചത്ത് വരേണ്ടതുണ്ട്. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? സ്വപ്ന, ഈ സൈബർ തട്ടിപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ആരംഭിച്ച സൈഹണ്ട് എന്ന ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് നിലവിലിപ്പോൾ 263 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 125ഓളം പേർക്ക് നിലവിൽ നോട്ടീസ് നൽകി ഇവരെ നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് വിട്ടയക്കുകയും ഇവരെ നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്യുകയാണ്. ഏകദേശം 383 കേസുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 300 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായി തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. പ്രധാനമായിട്ടും ഇതിൽ ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ളത് കൂടുതലും വിദ്യാർത്ഥികളാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ളതിൽ തന്നെ ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികൾ തന്നെയാണ്. ഈ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘം പണത്തിന്റെ കൈമാറ്റം നടത്തിയത് എന്നുള്ളൊരു വിവരം തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട പല കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം. ഈ വിദ്യാർത്ഥികളെ പല രീതിയിൽ പ്രലോഭിപ്പിച്ച്, പ്രത്യേകിച്ച് ഈ ഗെയിമിങ്ങുകളിലൂടെ പണം സമ്പാദിക്കാം എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘം ഇവരെ കൂട്ടുന്നത്. പിന്നീട് ഈ പല രീതിയിൽ തട്ടുന്ന പണം ഇത് ഈ വിദ്യാർത്ഥികളുടെ പക്കലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെയുള്ള വ്യാജ അക്കൗണ്ടുകളും ഈ വാടക അക്കൗണ്ടുകൾ, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളുടെ പേരിലുള്ള അക്കൗണ്ടുകളാണ് ഇത് ഈ തട്ടിപ്പ് സംഘത്തിന് ഇവർ വാടകയ്ക്ക് നൽകുന്നു. ഇതിൻ്റെ ഭാഗത്തുമായിട്ടുള്ള ചെറിയ ഒരു കമ്മീഷനാണ് ഈ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നത്. ഈ വിദ്യാർത്ഥികളെ ബന്ധപ്പെടുത്തിയിരുന്നത് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ആളാണ് എന്നുള്ളൊരു വിവരം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇയാൾ തന്നെയാണ് ഈ സംഭവത്തിലെ മുഖ്യ കണ്ണി. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി, അറസ്റ്റ് ചെയ്യുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇയാളിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തും എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും വ്യക്തമാകുന്നുണ്ട്. ഇയാളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ നിലവിലിപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ പെരുമ്പാവൂർ സ്വദേശിയാണ് എന്നുള്ളൊരു വിവരം പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ സംസ്ഥാന വ്യാപകമായി തന്നെ ഇതിന്റെ അന്വേഷണം നീളുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ യുവാക്കളും ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഇരകളായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഈ തട്ടിപ്പ് സംഘം കൂടുതലും ഇങ്ങനെ വാടക അക്കൗണ്ടുകൾ, അതായത് ഓരോ വ്യക്തികളുടെയും പേരിലുള്ള അക്കൗണ്ടുകൾ ഇത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുകയും പിന്നീട് ഇതിനു വേണ്ടിയുള്ള ഒരു കമ്മീഷനായിട്ട് ഇവർക്ക് നൽകിയിരുന്നതായിട്ടാണ് ഏതായാലും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ പേരിലേക്ക് കൂടി, നിലവിലിപ്പോൾ 125 പേരെയാണ് പല ആസൂത്രണത്തോടെ വളരെ കണ്ണിയായി തന്നെയാണ് ഇവർ ഈ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തി ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക തട്ടിപ്പ് അടക്കം നടത്തുന്നത്.